എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ നമുക്ക് പറഞ്ഞു തരികയാ. ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് സൂറത്തുൻ നസ്ർ. ആ സൂറത്തുൻ നസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഖുർആൻ പൂർണ്ണമായി അവതരിപ്പിക്കട്ട അവസാന സൂറത്താണിത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ അവസാനമായിട്ടിറങ്ങിയ അധ്യായമാണെന്ന് പണ്ഡിതന്മാര് സ്വഹാബികൾ പറഞ്ഞു തരികയാ. സൂറത്തുൻ നസ്ർ എന്ന് പറയുന്ന ഈ അധ്യായമുണ്ടല്ലോ, ഇന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ പടച്ചവനെ, ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ. പടച്ചവനെ, ഇങ്ങനെ നിസാഉം മാഇദയും അൻആമും അഅറാഫുമായിട്ട് ഇങ്ങനെ സൂറത്തുകൾ നിരന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചല്ലോ. നുബൂവത്ത് കിട്ടിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന് 10 വർഷം ഒരു സ്ഥലത്തും 13 വർഷം മറ്റൊരു സ്ഥലത്തും, മക്കയിലും മദീനയുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇന്ന് പടച്ചവനെ, മക്കത്ത് പോകുന്നവർക്ക് കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു പോകാൻ എന്തൊരാഗ്രഹമെന്നറിയുമോ? വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്നും ഏതെങ്കിലും ഒരു മനുഷ്യനാ മലയുടെ മുകളിൽ കയറണമെങ്കിൽ പടച്ചവനെ 45 മിനിറ്റോളം പാറയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ട്, കാറ്റാണ്, വല്ലാത്ത ഭയമാണ്. അങ്ങനെ കേറി പർവ്വതത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലെത്തിയിട്ട് അവിടെ അല്പം താഴേക്ക് ഇറങ്ങുകയാണ്. എന്തിനെന്നറിയുമോ? എവിടേക്കാണ് ഇറങ്ങി പോകുന്നതെന്നറിയുമോ? ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിങ്ങനെ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അടുത്തിരിക്കുന്ന 2 പാറകൾക്ക് ഇടയിലൂടെ പടച്ചവനെ, നേരെ ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയില്ലല്ലോ. അതാ നടന്നു പോകാൻ കഴിയാത്ത 2 പാറക്കെട്ടുകൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇഴയുന്നത് പോലെ അല്ലാഹുവേ, ഊഴം കാത്ത് നിന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പാറയുടെ ഇടയിലൂടെ ഇഴഞ്ഞങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോ ഒരു ഗുഹ കാണുകയാ. ഏത് ഗുഹയെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40ാമത്തെ വയസ്സ് വരെ മുത്തുനബി പോയി ഒറ്റയ്ക്കിരുന്ന ഗുഹയുണ്ടല്ലോ. അവിടെ നിന്ന് നോക്കിയാൽ, ആ ഗുഹയുടെ അടുക്കലിരുന്ന് കൊണ്ട് നോക്കിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കാണാം. അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ കഅബ കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കതിന്റെ മുകളിൽ കയറണമെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ മലയുടെ മുകളിലേക്ക് കയറിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അവിടെ പോയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ പടച്ചവനെ അങ്ങ് പരിശുദ്ധമായ കഅബയുടെ ഭാഗത്ത് നിന്ന് തന്റെ ഭർത്താവിനെ കഴിക്കാനുള്ള ഭക്ഷണവുമായി പടച്ചവനെ ആ കിടക്കുന്ന ഏകാന്തവാസം നയിക്കുന്ന ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് ഖദീജ ബീബി കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമോ സഹോദരാ. അല്ലാഹുവേ, അവിടെ ചെന്ന് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. നമ്മൾ
ചിന്തിക്കേണ്ടത്, ഇപ്പം മക്കത്തും മദീനത്തും പോകുമ്പോൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. പരിശുദ്ധ ഹറമിൻ്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. അവിടെ നിന്ന് ആ പർവ്വതത്തിൻ്റെ മുകൾ തട്ട് വരെ ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും പേടിയാ. നമ്മൾ ചിന്തിക്കണം, വളരെ പ്രയാസമാണ് സത്യം പറഞ്ഞാൽ. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ ഒന്നുമില്ല, അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി പോകണം. വല്ലാതെ അണച്ചണച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണം. എല്ലാവരും മോളി വരെ ചെല്ലും, താഴോട്ടിറങ്ങില്ല. കാരണം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നിരങ്ങി അകത്തേക്ക് കയറണം. നേരെ ഇങ്ങനെ നടന്നു കയറാൻ കഴിയില്ല, അത്രയും പ്രയാസമാണ്. അങ്ങനെ കയറി ചെന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ആ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യാൻ. നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കിത്ര പ്രയാസമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല 2 പ്രാവശ്യം പോകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുക. ഇത്രയും ഹറമിൻ്റെ അവിടെ നിന്ന്, ഹറമിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നടന്ന് അവിടെ വരെ സുബ്ഹാനല്ലാഹ് ഒറ്റയ്ക്ക്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതൊക്കെയാണ് കഷ്ടപ്പാട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതുകയാണ്. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായം അവിടെ നിന്ന് ഓതി കൊടുക്കുകയാണ്. പിന്നെ പടച്ചവനെ പല പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ സൂറത്തുകൾ ഇറങ്ങുകയാണ്. അവസാനമല്ലാ എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ അധ്യായം ഏതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ സൂറത്ത് ഏതെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാണ്, അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹു ഖാല ലീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഅലമു വഖാല ഹാറൂൻ തദ്രി ആഖിറു സൂറത്തിൻ نزلت من القرآن نزلت جميع كلنا قلت نعم إذا جاء نصر الله. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്ർ ആണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. മഹാനായ ഉബൈദ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അൻഹുമാ എന്നോട് ചോദിച്ചു, ഖുർആൻ മുഴുവനായി ഒരുമിച്ച് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് ചോദിക്കുന്നു, ഖുർആൻ പൂർണ്ണമായിട്ട് ഇറക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞു, ഏതാണെന്ന് നിനക്കറിയുമോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാ, ഏതാണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു തരാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്താണെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല പല സൂറത്തുകൾ പലതും പറയുന്നുണ്ട്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്താണെന്ന് പറയുന്നവരുണ്ട്. എങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സാധാരണ സഹാബിയല്ല, ഖുർആനുമായിട്ട് അത്രയും ബന്ധമുള്ള സ്വഹാബി പറയുന്നു, അവസാനത്തെ അധ്യായം, അവസാനമായിട്ടിറങ്ങിയ സൂറത്ത്. ഇങ്ങനെ നമുക്ക് അങ്ങനെ കാണാം, ആയത്തെന്നല്ല പറഞ്ഞത്, അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്ർ ആയിരുന്നു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നാം പാരായണം ചെയ്യുമ്പോൾ ഇനി മുതൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഖുർആനിൽ അവസാനം ഇറങ്ങിയ അധ്യായം
ഈ അധ്യായമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയത്. ആ ബോധത്തോടുകൂടി വേണം ഞാനും നിങ്ങളും പാരായണം ചെയ്യാം. രണ്ടാമതായിട്ടോ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അന്തിമ വിജയവും ഇസ്ലാമിന് തന്നെയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം ഇസ്ലാമിനാ. അവസാന വിജയം ഇസ്ലാമിനാ. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായവും അവസാനത്തെ വിജയവും ഇസ്ലാമിന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് അറിയിക്കുകയാണ് മക്കാ വിജയത്തിന്. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം അന്തിമ വിജയം, അള്ളാഹുവിന്റെ സഹായവും അന്തിമ വിജയവും ഇസ്ലാമിനാണെന്ന് ഈ ഖുർആനിന്റെ ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കാ വിജയത്തെ തുടർന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. നമുക്കറിയാം മക്കാ വിജയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ടുപോയി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മക്കാ വിജയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. മദ്രസകളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ. മക്കാ വിജയത്തിനു ശേഷമാണ് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. അറേബ്യ മുഴുവനും സത്യവിശ്വാസികളുടെ കയ്യിലേക്ക് വന്നു. മനുഷ്യത്വം എല്ലാ നിയമങ്ങളും നടപ്പിലായത് അപ്പോഴായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി ഇനി മുഹമ്മദിനെയും അനുയായികളെയും പരാജയപ്പെടുത്താൻ പറ്റൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല, ഇനി മുഹമ്മദിനെയും തൻ്റെ അനുയായികളെയും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സമ്മതിക്കുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് മക്കക്കാർ. ഖുറൈശികൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുകയാണ്. മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കയിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള കരയുകയാണ്. സ്വന്തം നാട് നോക്കിയിട്ട്, ജനിച്ച് വളർന്ന് കളിച്ച് നടന്നിരുന്ന സ്വന്തം നാട്, ആ നാടിനെ നോക്കിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. എന്നിട്ട് സ്വന്തം നാടിനോട് വിളിച്ചു പറഞ്ഞു, മക്കയോട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ നിന്റെ നാട്ടുകാർ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അത്രയും പ്രവാചകൻ നിറകണ്ണുകളോടെയാണ് മക്കയിൽ നിന്ന് പോയത്. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ആയവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ, ഇന്നത്തെ പോലെയുള്ള പീഡനങ്ങളൊന്നുമല്ല, വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പീഡനത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അവസാനം അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അവസരം കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വന്തം നാട്, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന നാട്, ആ നാട്ടിൽ നിന്നാണ് ശത്രുക്കളെ പുറത്താക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോടും സ്വഹാബത്തിനോടും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കേണ്ടത് ഇവിടെ നിന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ നേതാവുണ്ടല്ലോ, ആ നേതാവിനെയാണ് ഇന്നത്തെ നേതാക്കന്മാര് കണ്ടുപഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഇസ്ലാമായവരെ മുസ്ലിമായവർക്കെതിരെ ഖുറൈശികൾ അവിടെ നിന്ന് അക്രമങ്ങൾ തുടങ്ങുമ്പോ, പീഡനങ്ങൾ തുടങ്ങുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളൊക്കെ മദീനയിലേക്ക് പൊക്കോ. പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുസ്അബ് തങ്ങൾ ഉൾപ്പെടെ, മുസ്അബ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല പല സ്വഹാബികളോടും പറഞ്ഞു, നിങ്ങളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊക്കോ. സാധാരണ നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ ആദ്യം പോകുന്ന നേതാവാണ്.
ഇപ്പൊ തന്നെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കാറുണ്ടില്ലേ? ലാത്തി ചാർജ് വന്ന ആദ്യം ആര് ഓടും? ഏത് നേതാവാ പടിയുള്ളെന്ന്? എന്താ സജിയന്നെ? ലാത്തി ചാർജത്തിൽ വന്ന നേതാക്കന്മാർക്കൊന്നും അടികിട്ടിട്ടില്ലല്ലോ. സ്വന്തം ശരീരമല്ലേ ആദ്യം നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എല്ലാവരും പോയി, ഇനി അവശേഷിക്കുന്നത് മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അലിയാര് തങ്ങൾ, അങ്ങനെ തുടങ്ങിയ പ്രായം ചെന്ന കുറെ പ്രായം ചെന്ന സഹാബികൾ, ബാക്കി എല്ലാവരും പോയി. എല്ലാവരും പോയതിന് ശേഷമാണ് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ നേതാവെന്ന് പറഞ്ഞ അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം, എല്ലാവരും സേഫായതിനു ശേഷം അവസാനമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. അപ്പോഴാണ് മുത്തുനബി നിറകണ്ണുകളോടെ പറഞ്ഞിട്ട് പോയത്. സ്വന്തം നാടിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവസാനം മദീനത്ത് പോയതിനു ശേഷം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത് അവസാനം മക്കാ വിജയം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വിജയം കിട്ടിയതിന് ശേഷമാണ് പലതും ഇസ്ലാമിന്റെ കയ്യിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ കയ്യിൽ പറഞ്ഞു കൊടുത്തു. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, കിസ്രയും കൈസറുമെല്ലാം തകർന്നു പോകുന്നതിനെ കുറിച്ച്, അവരുടെ സിംഹാസനവും അവരുടെ കിരീടങ്ങളും അവരുടെ വളകൾ പോലും ഏത് സഹാബിയുടെ കയ്യിലാണ് കിടക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്ക്, ബദറിന്റെ രണാങ്കണമൊക്കെ നിങ്ങൾ പഠിക്കണം. പ്രവാചകർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇവിടെ കിടക്കും മുത്തുബ, ഇവിടെ കിടക്കും അബൂജഹല്, ഇവിടെ കിടക്കും മുത്തുബത്ത്, ഇവിടെ കിടന്ന് മരിക്കും ശൈബത്ത്, വരച്ച് കാണിച്ചു കൊടുത്തു. നാളെ ഇവിടെയാണ് വീണ് മരിക്കുന്നത് എന്ന്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ? മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞ സ്വഹാബിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, കിസ്രയുടെ കിസ്രയുടെ ഭരണാധികാരിയുടെ കയ്യിൽ കിടക്കുന്ന വള നിന്റെ കയ്യിൽ കിടക്കും. കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അന്തിമ വിജയവും നമുക്ക് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സംശയം വല്ലതും ഉണ്ടോ? സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ല. ഈ ഓളവും ബഹളമൊക്കെ വെറുതെയാ. നിങ്ങളിപ്പോൾ തന്നെ എടുത്തു നോക്ക്, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ വല്ലതും ഉണ്ടോ? എന്തൊക്കെയായിരുന്നു? കമഴ്ന്ന് കിടത്തിയിട്ട് തുപ്പിയതുപോലെ ഇപ്പം അവരുടെ തലയുടെ മുകളിലേക്ക് തന്നെ കണക്കുകളൊക്കെ വന്നപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ കഞ്ചാവും കള്ളും കൊടുത്തിട്ട് അടിച്ചുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച അച്ഛൻ ഇപ്പം കണക്ക് കണ്ടപ്പോൾ കണ്ണ് തള്ളിയിട്ട് തിരിഞ്ഞു നിൽക്കുക, പറഞ്ഞു പോയല്ലോ എന്നാലോചിച്ചിട്ട്. എക്കരയാണെങ്കിലും അവസാനം നമ്മുടെ കയ്യിൽ തന്നെ വരും. അള്ളാഹുവിൻ്റെ സഹായവും അന്തിമ വിജയവും നമുക്ക് തന്നെയാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഒഴുകുകയല്ലേ? അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇങ്ങനെ വരികയാ. ആരും വഅദ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല, ആരും വഅദ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല. അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സ്വന്തമായിട്ട് പരാജയം സമ്മതിച്ചു. ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്കറിയാം ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല, ഞങ്ങൾക്കിനി നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് ഖുറൈശികൾ വന്നിട്ട് മുട്ടുമടക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ, അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ, പരിശുദ്ധമായ ഖുർആനിൻ്റെ പവർ. അബൂജഹൽ പറയുമായിരുന്നു, നിങ്ങൾ മുഹമ്മദ് ഖുർആൻ ഓതുമ്പോൾ കേൾക്കരുത്, ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം. എന്തേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ആരും കേൾക്കരുത്. ആദ്യം പറഞ്ഞു അബൂജഹൽ മുത്തുബയൊക്കെ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. അവസാനം പലരും പറയുന്നു, ഓൻ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു ചെവിക്കകത്ത് കൈയിട്ടേക്കാൻ. കാരണം എന്തേ? കേട്ട് കഴിഞ്ഞാൽ നന്നായി പോകും. ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ കേൾക്കാത്തവരെ പോലെ നടക്കണം. കാരണം നിങ്ങൾ നന്നായി പോകും ആ പേടിച്ചിട്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്ക്, ഒരു പാതിരാത്രിയിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങിയിരിക്കുന്നു. കുറച്ചപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരാളിരിക്കുന്നു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നത് നിർത്തിയപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ 3 പേരും പരസ്പരം കണ്ടു. 1 അബൂജഹൽ, 2 ഉത്ബത്ത്, 3 ഷൈബത്ത്. ഇവർ പകല് മുഴുവനും പറഞ്ഞു മുഹമ്മദ് ഖുർആൻ ഓതുന്നതും പറയുന്നതും കേൾക്കരുത് എന്ന് പറയുന്നവരാ. പക്ഷെ നീ എന്തിനാളിയാ വന്നേ? നമ്മൾ ചോദിക്കൂലേ? അവിടെ നിന്ന് ചോദിച്ച അബൂജഹൽ വെച്ച്, നീ രാത്രി ഇവിടെ വന്നേ എന്തിനാ? ഇത്രയൊക്കെയാണെങ്കിലും മുഹമ്മദ് ഓതണത് കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് വന്നതാണ്. അപ്പോഴേ ഇവർ പറയണം, നമ്മൾ പകല് മുഴുവൻ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്നല്ല, അതുകൊണ്ട് വരരുത് കേട്ടോ, ഇനി വരരുത്. ശരി, ഇനി നമ്മൾ വരൂല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാത്രി 3 എണ്ണം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവർ വന്നു. കാരണം അപ്പോഴും പറഞ്ഞത് എന്തോ മനസ്സ് വല്ലാതെ കേൾക്കാൻ കൊതിക്കുകയാ. അത്രയും മനോഹരമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ അന്തിമ വിജയം നമുക്കാണ്. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, ഏതെല്ലാം ശക്തികൾ പരിശ്രമിച്ചാലും പടച്ചവനെ നമുക്കാണ് അന്തിമ വിജയമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ജനങ്ങൾ ഒഴുകുകയാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആകെ തകർന്നു പോവുകയാണ്. കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് വരുമ്പോൾ, അങ്ങനെ കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് കാണുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തുകയാണ്. ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പടച്ചവനെ പല മോഡലുകളിൽ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ടുമുണ്ടായിരുന്ന സഹോദര, ഒരുപാട് പേര് പരിശ്രമിച്ചവരാണ് അല്ലാഹുവിന്റെ ദീനിനെ തരം താഴ്ത്താൻ, അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർത്ത് കളയാൻ പലരും പരിശ്രമിച്ചിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ പറയുകയാ, അന്തിമ വിജയം ഇസ്ലാമിനാ. മൈക്ക് കെട്ടിക്കെട്ട് വഅദ് പറയുന്നവനുമറിയാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനുമറിയാ ഒരു ദിവസം പരാജയപ്പെടുമെന്ന്. അവസാന വിജയം ഇസ്ലാമിനാണെന്ന് അവർക്ക് തന്നെ അറിയാ. അതുകൊണ്ട് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന 2ാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം നമ്മൾക്കാ. അതുകൊണ്ട് മുസ്ലിമേ, ഭയപ്പെടണ്ട, പേടിക്കണ്ട മോനെ, നിനക്കാടാ വിജയമിരിക്കുന്നത്. എല്ലാവരും നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടണ്ട. 3ാമതായിട്ടോ, ഈ മതത്തിന് അല്ലാഹുവിന്റെ സഹായം തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായമുണ്ടല്ലോ. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ് ഉഹദിന്റെ രണാങ്കണത്തിലും പടച്ചവരെ പലപ്പോഴും സഹായിച്ച അല്ലാഹുണ്ടല്ലോ. അവരെ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിജയവും സഹായം ലഭിച്ചതിന് ശേഷമുള്ള നിർദ്ദേശം, അതിനവനോട് നന്ദി കാണിക്കാനും അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവനെ പ്രകീർത്തനം നടത്തുവാനും ഖുർആൻ പറയുകയാ. 3ാമത്തെ കാര്യം, അല്ലാഹുവിൻ്റെ സഹായം ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്കുണ്ടാകുമെന്ന് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട 3ാമത്തെ പാഠം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ബദരീങ്ങളെ മാത്രമേ സഹായിക്കത്തുള്ളൂ? ഇല്ല, നമ്മളെയും സഹായിക്കും. അല്ലാഹ് ആരെന്നറിയോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അല്ലാഹു എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി അബ്രഹത്തും അബ്രഹത്തിൻ്റെ ആനപ്പടയും വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും കഅബാലയത്തിലേക്ക് പോകുന്നു. മക്കയിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകുന്നത് കണ്ടപ്പോൾ അബ്രഹത്തിന് സഹിക്കുന്നില്ല. അബ്രഹത്ത് സ്വന്തം നാട്ടിൽ കഅബയെ പോലെ ഒന്ന് പണിതു ജനങ്ങൾ അങ്ങോട്ടടുപ്പിക്കാൻ. പക്ഷെ തോറ്റുപോയി, അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി. അവസാനം ചരിത്രം പറയുന്നു, അബ്രഹത്ത് ആനപ്പടയുമായിട്ട് അല്ലാഹുവിൻ്റെ കഅബാലയം പൊളിക്കാൻ വരികയാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ
അബ്ദുൽ മുത്തലിബാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം. കാലിൽ വരെ പിടിച്ചിട്ട് പാപ്പ അവിടെ നിന്ന് മുത്താപ്പയോട് പറഞ്ഞു, ഷഹാദത്ത് കലിമ പറ, ഞാൻ രക്ഷപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹത്തും തൻ്റെ അനുയായികളും ആനപ്പടയുമായിട്ട് പരിശുദ്ധമായ കഅബാലയത്തിനെ തകർക്കാൻ വരുമ്പോൾ ആരോ വന്നിട്ട് അബൂതാലിബിനോട് പറഞ്ഞു, അബ്രഹത്ത് അള്ളാഹുവിൻ്റെ കഅബാലയം തകർക്കാൻ വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടുന്ന് മഹാനവറുകൾ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, കഅബയുടെ നാഥ, നിന്റെ പള്ളി തകർക്കാൻ, നിന്റെ ഭവനം തകർക്കാൻ അബ്രഹത്തും ആനപ്പടയും വരുന്നുണ്ട്. നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം. ഇത് പറഞ്ഞതാരാ? ഒരു ഉസ്താദല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് തകർക്കാൻ വരുന്നുണ്ട്, നീ നോക്കിക്കൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹത്തിനെയും തൻ്റെ ആനപ്പടയും അള്ളാഹു തകർത്തത് ചെറിയ കിളികളുണ്ടല്ലോ. നമുക്കറിയാം, ചെറിയ കിളികൾ, അബാബീൽ എന്ന് പറയുന്ന പക്ഷികൾ നരകത്തിൻ്റെ തീയുടെ കല്ലുകൾ കൊണ്ടുവന്ന് അവരുടെ ചുണ്ടിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ട് ആ വലിയ സൈന്യത്തെ തകർത്തു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ സഹായം ഈ കഅബാലയം ഒരു ദിവസം പൊടിക്കും. ഈ കഅബയാണ് ഒരു ദിവസം കഅബയുടെ മുകളിൽ കയറി നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വികലാംഗനായ മനുഷ്യനാണ് കഅബ പൊളിക്കുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുമെന്ന് ഈ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായമാണ്. ആ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവനെ അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ സൂറത്തിൽ രണ്ട് ആയത്തുകൾ, രണ്ട് അടയാളങ്ങൾ പറയുകയാണ്. രണ്ടടയാളങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ മതത്തിനുള്ള സഹായം തുടർന്നു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ പടച്ചവനെ എവിടെന്ന് പറയുന്നു അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന്. പിന്നെ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ സഹായം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. മറ്റൊരു സമുദായത്തിനും കിട്ടാത്ത, മറ്റൊരു ജനതയ്ക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. മുത്തുനബിയുടെ മരണം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ സൂറത്തെന്ന് ചരിത്രം പറയുകയാ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല അൻസല ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറയുക, ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, നാലാമത്തെ പാഠം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നുള്ളതിന് ആദ്യത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അത് മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന ഈ സൂറത്ത്
നബിക്ക് ഇറങ്ങിയത് അയ്യാമുത്ത ശരീക്കിൻ്റെ മധ്യത്തിലായിരുന്നു. വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായെന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉമറേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്തേ പറയുന്നത്? ഇത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇസ്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ, അങ്ങയുടെ വഫാത്ത് അടുത്തു എന്നതിനുള്ള സൂചനയുണ്ട്. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം ഒരു വലിയ സംഭവം തന്നെ ഇതിനകത്ത്. ചെറുപ്പമോ വലിപ്പത്തിനൊന്നും കാര്യമില്ല. ചിലർക്ക് പ്രായമായി, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പറയുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ അവർക്ക് ഇസ്ലാം സഹാബത്തിൻ്റെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ളവരാ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മജ്ലിസുന്നൂറൊക്കെ ഇപ്പോൾ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്യണം നമുക്ക് ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ബദരീങ്ങൾ അള്ളാഹു അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ മഹത്വമുള്ളവരാ. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പ്രായമുള്ള സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിരുത്തും. ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. ഈ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ചെറിയ കുട്ടിയെ പിടിച്ചിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ എന്താ. അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തണേ, എന്തിനാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്നൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഈ കുട്ടി ആരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഉൾപ്പെടെ ആ പ്രായമുള്ളവരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ആയത്തിറങ്ങി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം വന്നിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഇതാണ് ഇതിനർത്ഥമെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നും പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയെ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പറയണേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഉൾപ്പെടെ ആ പ്രായമുള്ളവരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ആയത്തിറങ്ങി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം വന്നിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഇതാണ് ഇതിനർത്ഥമെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നും പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയെ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പറയണേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.